സ്വല്പം കൂടിയ ലക്ഷണമുണ്ടല്ലോ. ഞാൻ എന്നും തൊഴാൻ വരാറുള്ളതാണല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേകത? അതറിയില്ലേ? പ്രായമായ പെൺകിടാങ്ങൾ പ്രിയപ്പെട്ട പുരുഷന്മാരെ ഭർത്താക്കന്മാരായി കിട്ടാൻ ഈശ്വരന്റെ അടുത്ത് പലപ്പോഴും റെക്കമെൻഡേഷൻ നടത്താറുണ്ടത്രേ. ഈശ്വരന്റെ അടുത്ത് റെക്കമെൻഡേഷനോ? നീ എന്തൊക്കെയായി പറയുന്നു? അതാണ് തിങ്കളാഴ്ച നോയമ്പ്. നീ ഈ നോയമ്പ് ധാരാളം നോറ്റന്മാരും ഉണ്ടല്ലോ. നോയമ്പ് ഞാനും നോക്കാറുണ്ട്. പക്ഷേ നിന്നെ പോലെ കള്ളത്തരത്തിലല്ല. ഒരു ചായ. ഒരു ചായ. എന്താടാ അങ്ങനെ വിട്ടു? എന്താടാ കാര്യം? അങ്ങനെ ജയിലിൽ നിന്ന് വിട്ടൂല്ലേ? ആരെയാന്ന്? എല്ലാം ഇറക്കി വെക്കടാ. ശരി സാർ. സോമൻ സാറിന്റെ സിസ്റ്ററാണല്ലേ? അതെ. ഈ സാധനങ്ങളൊക്കെ ഇവിടെ തരാൻ പറഞ്ഞു. അങ്ങ് അകത്തോട്ട് വെച്ചേ. എടാ, എന്താണ് അതല്ല? വീട്ടു സാധനങ്ങൾ. വീട്ടു സാധനങ്ങൾ. ശാരദേ, ശാരദേ, എന്തിനാ കുഞ്ഞിനെ വിളിക്കുന്നത്? ഇതെല്ലാം ആശ്രിത വത്സലായ സാക്ഷാൽ തമ്പി അദ്ദേഹം തന്നെ. തമ്പി അദ്ദേഹം അല്ല സാറേ, ഇവിടെ വരുന്ന എല്ലാ യജമാനന്മാർക്കും തമ്പി അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് സുഭിക്ഷം, ശമ്പളം മിച്ചം, ഞങ്ങൾക്കും വല്ലതും കിട്ടും. പക്ഷേ ഇത്രയും ഇല്ല. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടോ. ശാരദേ, നിന്നോട് ആരാ ഇതെല്ലാം വാങ്ങി വെക്കാൻ പറഞ്ഞത്? എനിക്കെന്തറിയാം? സാമാനങ്ങൾ വന്നത് ജീപ്പിലല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടൻ അയച്ചതായിരിക്കുമെന്ന്. താനാരാ? ഞാൻ ആരാണെന്ന് സാറിന് അറിയാൻ പാടില്ല അല്ലേ കുട്ടപ്പിള്ളേ? ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണോ? പറഞ്ഞു കൊടുക്കണോ? അതുകളാ, താൻ തന്നെ അങ്ങ് നേരിട്ട് പറഞ്ഞാ മതി. ഞാനോ? ഞാനാണ് സാക്ഷാൽ നാരായണൻ തുഞ്ചത്ത്. 10 കോടി ജനസംഖ്യയുള്ള ഈ നിയോജക മണ്ഡലത്തിൽ എന്നെ അറിയാത്തതായി ഒരൊറ്റ വ്യക്തി പോലുമില്ല. പ്രമോഷൻ വേണോ? ട്രാൻസ്ഫർ വേണോ? ഉദ്യോഗ കയറ്റം വേണോ? പെങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ അഡ്മിഷൻ വേണോ? പാസ്സായില്ലെങ്കിലും പ്രശ്നമല്ല. എന്റെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. എന്റെയാണ് യൂണിവേഴ്സിറ്റി. എന്റെ നിയോജക മണ്ഡലമാണിത്. സാറിന് എന്തോ വേണം? പിന്നെ തമ്പി അദ്ദേഹം ഇവിടുത്തെ മുടിചൂടാ മന്നനാണ്. അദ്ദേഹത്തെ എതിർത്താൽ തമ്പിയായാലും അണ്ണനായാലും എനിക്ക് പ്രശ്നമില്ല. ഇറങ്ങി പോടാപ്പുറത്ത്. അല്ല സാറേ, ഇതൊന്ന് ആലോചിച്ചിട്ട് പോരെ. എനിക്ക് ജീവിക്കാനുള്ള ശമ്പളം ഗവൺമെന്റ് തരുന്നുണ്ട്. ഇവന്റെ നക്കാപ്പിച്ച എനിക്ക് ആവശ്യമില്ല. കുടുംബിലെ ഈ സാധനങ്ങൾ എടുത്ത് പുറത്തെടു. എടോ, ഇത് നമുക്കൊരു പറ്റിയ ചാൻസാ. ഇതിൽ എടുത്തോണ്ട് നമുക്ക് വീട്ടിലോട്ട് പോയാലോ? കൊണ്ടുപോകാം, പക്ഷെ ഏമാൻ അറിഞ്ഞാൽ തൊപ്പി പോവും. തൊപ്പി എല്ലാം വഴികൊണ്ട് പോടാ. കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് അഡ്മിഷൻ. അവൻ ഇതേ കുടുങ്ങുന്ന മീനല്ല, വല തന്നെ വീശണം. എന്റെ പേര് പറഞ്ഞില്ലേ? അതുകൊണ്ടൊന്നും അവനൊരു കുരുക്കോ ഇല്ല. ഓഹോ, ഇളമാൻ കടവറിയില്ല. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഒരു SI വന്നിരിക്കുന്നു. ഇൻസിഗ്നിഫിക്കന്റ് ഇഡിയറ്റ്സ്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. സാരമില്ല, നോക്കാം.
SIയോ? എന്നിട്ട് ആ ശരി. ഹലോ, DSP അല്ലേ? ഞാൻ തമ്പിയാണ്. നിങ്ങളുടെ ഒരു SI എന്റെ ലോറി പിടിച്ചു വെച്ചിരിക്കുന്നു. അതെ. നോ നോ നോ, ഐ മസ്റ്റ് ഗെറ്റ് ഇറ്റ് ബാക്ക് ടുഡേ. ഇറ്റ്സ് എ പ്രസ്റ്റീജ് ഇഷ്യൂ. ഓ യെസ്, താങ്ക് യു വെരി മച്ച്. ഓ ഇറ്റ്സ് ക്വൈറ്റ് ഓൾ റൈറ്റ്. ഐ സീ ടു ഇറ്റ്. താങ്ക് യു. ദ ബ്ലഡി ഹെൽ. ഹലോ, യെസ്. ഗുഡ് മോർണിംഗ് സാർ. സാർ, ആ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞു സാർ. അത് ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. മോർണിംഗ്. രാജാവിന്റെ കാലം മുതലേ ഈ പോലീസ് സ്റ്റേഷനിൽ തമ്പി അദ്ദേഹത്തിന് കരവഴിവായിട്ട് ഒരു കസേരയുള്ളതാ. അതിവിടെ കാണുന്നില്ലല്ലോ. കുട്ടമ്പിള്ളേ. താങ്ക് യു. കുട്ടമ്പിള്ളേ. അയ്യോ, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഓ ഇറ്റ്സ് ക്വൈറ്റ് ഓൾ റൈറ്റ്. എന്റെ പേര് മാധവൻ തമ്പി. യെസ്. ഗവൺമെന്റ് തലത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലും രാഷ്ട്രീയ തലത്തിലും എന്ന് വേണ്ട എല്ലാ തരത്തിലും പിടിപാടുള്ള ഈ സ്ഥലത്തെ ഏക വ്യക്തിയാണ് ഈ തമ്പി അദ്ദേഹം. ചുരുക്കി പറഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലം തമ്പി അദ്ദേഹം ഗവൺമെന്റ് നിഷ്ഠദാനം കൊടുത്തതാണ്. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം? മിസ്റ്റർ സോമൻ, ഇദ്ദേഹത്തിന്റെ തേയില കയറ്റിയ ഒരു ലോറി നിങ്ങൾ സീസ് ചെയ്തു എന്ന് കേട്ടു. ശരിയാണ്. കാരണം മനസ്സിലായില്ല. തേയിലപ്പെട്ടികളുടെ ഇടയിൽ ചില പെട്ടികൾ കഞ്ചാവ് കൊണ്ടായിരുന്നു. മൈ ഗുഡ്നസ്, അത്ഭുതമായിരിക്കുന്നു. സാറ് തെറ്റുപറ്റിയതാ. ഞങ്ങളുടെ ഫാക്ടറിയിലെ തേയില ഉടങ്ങിയാൽ കഞ്ചാവാണെന്ന് തോന്നിപ്പോകും. ഞാനൊന്ന് പരിശോധിക്കാം. അല്ല, സാറ് പരിശോധിച്ച സ്ഥിതിക്ക് ഞാനെന്തോ പരിശോധിക്കാനാ. ഡോണ്ട് ബി സിലി. ഇൻസ്പെക്ടർ, എനിക്ക് ആ ഡ്രൈവറുമായിട്ട് സംസാരിക്കണമായിരുന്നു. ശരി, കാണാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ആരാടാ ഇത് ചെയ്തത്? ഞാനാണ് അങ്ങനെ അത് ചെയ്തത്. അറിയാതെ. അറിയാതെ? ആരറിയാതെ? അറിയാതെ. ഫറാസ്കൽ. തമ്പി, അങ്ങനെ ദേഷ്യപ്പെടണ്ട. ഇൻസ്പെക്ടർ, പ്രതി കുറ്റം സമ്മതിച്ച നിലയ്ക്ക് കേസ് ചാർജ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടുകൂടെ? സാധ്യമല്ല. സർക്കിൾ ഫോൺ ചെയ്തിരുന്നില്ലേ? ഇൻസ്പെക്ടർ, ഫോർ യുവർ ഇൻഫർമേഷൻ, ഹി ഈസ് മൈ അഡ്വക്കേറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതിയിൽ പറയാം. അവിടെയും ഞാൻ കാണും. കുട്ടമ്പിള്ളേ, അയാളുടെ ഒപ്പ് വാങ്ങി വിട്ടയച്ചേക്കൂ. ശരി സാർ. ലുക്ക് ഇൻസ്പെക്ടർ, ഞാൻ ഇന്ന തീയതി വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. പക്ഷേ എനിക്ക് വേണ്ടി മരിക്കാൻ ഈ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? വെൽ, അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഞങ്ങളെ വെറും കുഞ്ഞാക്കൻ. അയ്യോ, നിങ്ങൾക്കറിയോ, അവനൊരു സിംഹ. പടച്ചോനൊരുത്ത മേളിലുണ്ടെന്ന് വിചാരിച്ചോളി. അവനെ പോലെ ഒരുത്തം മതി ഈ നാട് നന്നാവാൻ. പതുക്കെ. നീ ഒറ്റ കൊടുക്കുമല്ലടാ. ഞാൻ ഇനിയും പറയാം. പറയടാ, ഇപ്പൊ ആരും കൂടെ അങ്ങനെ രക്ഷിക്കാൻ?
എടാ അവനൊന്നും ചെയ്യരുത്. അവന് ഭാര്യയും 2 കുഞ്ഞുങ്ങളുണ്ട്. അവര് പട്ടിണിയിലാവും. തൽക്കാലം നിനക്ക് ഞാൻ മാപ്പ് തരും. പൊയ്ക്കോ. എടാ ഇന്നോടെ നിന്റെ റൗഡിത്തരമൊക്കെ നിർത്തിയേക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. ഓർമ്മിച്ചു. മാറിയടാ. ഞങ്ങൾ വരട്ടെ. വരും. നാണിയമ്മേ, ചേട്ടൻ വന്നിട്ടുണ്ട്. വേഗം ചോറ് വിളമ്പ്. എവിടെ ചേട്ടൻ ഞാൻ പറഞ്ഞത്? അയ്യോ ഞാൻ മറന്നുപോയി. ചേട്ടൻ നാളെ തീർച്ചയായും വാങ്ങിത്തരാം. ചേട്ടന്റെ വേല കയ്യിലിരിക്കട്ടെ. ഇതുവരെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചേട്ടൻ മറന്നിട്ടില്ല. എന്നോടാണ് ഈ സൂത്രം. തമാശ കളിക്കാതെ താ ചേട്ടാ. എന്റെ പൊന്നു പെങ്ങളല്ലേ, ചേട്ടനൊന്ന് ഭയങ്കര ജോലി തിരക്കായിരുന്നു, അതുകൊണ്ട് പറ്റിയതാ. നാളെ തീർച്ച. വേണ്ട വേണ്ട, പണ്ടത്തെ പോലെ ചേട്ടൻ ഇപ്പൊ എന്നോട് സ്നേഹമില്ല, അതുകൊണ്ടാ മറന്നുപോയത്. നീ ഒരു നല്ല ചേട്ടൻ. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? നന്നായിട്ടുണ്ട്.